രാജ്യം അഭിമാനത്തോടെ കാത്തിരുന്ന ആ വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ സംഭവത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് മലയാളികളായിരിക്കാം. ഗഗൻയാൻ ദൗത്യസംഘത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടുകാരനുമുണ്ട്. പാലക്കാട് നെന്മാറ സ്വദേശിയായ ക്യാപ്റ്റൻ പ്രശാന്ത് ബി നായരാണ് കേരളത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ മലയാളി. സുഖോയ് യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റായ പ്രശാന്ത് വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ദൗത്യസംഘത്തിലെ മറ്റ് അംഗങ്ങൾ. നെന്മാറ സ്വദേശി വിളമ്പിൽ ബാലകൃഷ്ണൻ്റെയും കുളങ്ങാട്ട് പ്രമീളയുടെയും മകനാണ് പ്രശാന്ത്. പാലക്കാട് അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേരുകയായിരുന്നു. ഇവിടെ പരിശീലനം പൂർത്തിയാക്കി 1999 ജൂണിൽ വ്യോമസേനയുടെ ഭാഗമായി. US എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്നും 1ാം റാങ്കോടെ ബിരുദവും നേടിയിട്ടുണ്ട്. 1998 ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്ന് സ്വാർഡ് ഓഫ് ഓണർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ടെസ്റ്റ് പൈലറ്റുമാർ പ്രശാന്ത് ബി നായരുടെ നേതൃത്വത്തിൽ 1.5 വർഷം റഷ്യയിൽ പരിശീലനം നടത്തിയിരുന്നു. ബംഗളൂരുവിലെ ഹ്യൂമൻ സ്പേസ് സെന്ററിലും പരിശീലനം പൂർത്തിയാക്കി. തിരുവനന്തപുരം VSSയിൽ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന 4 ടെസ്റ്റ് പൈലറ്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചത്. പേരുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവർ വേദിയിലും എത്തിയിരുന്നു. ഇവരെ പ്രധാനമന്ത്രി വിൻ ബാഡ്ജ് അണിയിച്ച് അനുമോദിക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ സാഹസികതയും ധൈര്യവുമാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. ഈ 4 പേരിൽ 3 പേരാകും അടുത്ത വർഷം ബഹിരാകാശ യാത്ര നടത്തുക. ദുഷ്കര വെല്ലുവിളികൾ നേരിടാൻ സമർത്ഥരെന്ന നിലയിലാണ് ദൗത്യത്തിന് യുദ്ധവിമാന പൈലറ്റുമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാത്രമല്ല 2035 ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ നിലവിൽ വരുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. ഭാരതത്തിൻ്റെ സ്വന്തം റോക്കറ്റിൽ ഭാരതീയർ ചന്ദ്രൻ്റെ മണ്ണിലിറങ്ങുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇപ്പോഴത്തെ തലമുറ ഭാഗ്യമുള്ളവരാണ്. അവർക്ക് എല്ലായിടത്തും ജോലി ചെയ്യാനുള്ള അവസരവും ലഭിക്കുന്നു. ഇത് പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. ലോകത്തിനു മുന്നിൽ ഇന്ത്യ സ്വന്തം സ്ഥാനം നേടിയെടുക്കുന്നു. ബഹിരാകാശ രംഗത്തും നേട്ടമുണ്ടാക്കുന്നു. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പതാക സ്ഥാപിച്ച ആദ്യത്തെ രാജ്യമായി. ശിവശക്തി എന്ന പോയിന്റ് ഇന്ന് ലോകമറിയുന്നു. ഇന്ന് ഒരു ചരിത്ര നിമിഷത്തിനാണ് VSS സാക്ഷ്യം വഹിക്കുന്നത്. രാജ്യം 4 ബഹിരാകാശ യാത്രികരെ പരിചയപ്പെട്ടു. ഇവർ 4 പേരല്ല, 4 ശക്തികളാണ്. കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനമാകുന്ന 4 ശക്തികൾ. രാജ്യത്തിൻ്റെ പേരിൽ 4 പേർക്കും ആശംസകൾ നേരുന്നു. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇവർ 4 പേരുടെ പേരും എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവർ കഠിന പരിശ്രമം നടത്തുന്നു. ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഈ മിഷന് ആവശ്യമാണ്. രാജ്യം നിങ്ങളോടൊപ്പമുണ്ട്. ഈ യാത്രികർ സെലിബ്രിറ്റികളായി മാറും. ഗഗൻയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. ഗഗൻയാൻ ദൗത്യം ബഹിരാകാശ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. ബഹിരാകാശ രംഗത്ത് വനിതകൾക്ക് വലിയ പ്രാധാന്യം നൽകും. വനിതാ ശാസ്ത്രജ്ഞരില്ലാതെ ഇത്തരം ദൗത്യങ്ങൾ നടത്താനാകില്ല. ഇനിയും നമ്മൾ ചന്ദ്രനിലേക്ക് പോകും. ചന്ദ്രനിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരും. 2035 ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ നിലവിലുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നതായും പ്രധാനമന്ത്രി പറയുന്നുണ്ട്.